ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ചേലക്കര 3-ാം വാർഡിൽ LDF പ്രചരണം ശക്തിപ്പെട്ടു. സ്ഥാനാർത്ഥികൾക്ക് പറക്കാട് സെന്ററിൽ ഉജ്ജ്വലമായ സ്വീകരണം നൽകി. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് LDFന്റെ പ്രചരണം ശക്തമാകുന്നു. വിജയം ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി 3-ാം വാർഡ് പറക്കാട് സെന്ററിൽ വെച്ച് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. സഞ്ചരിക്കുന്നത് വഴിയിടങ്ങളിലുമൊക്കെ ആൾക്കാർ നിർത്തിയിട്ടും അല്ലാതെയൊക്കെ മറ്റ് സ്വീകരണങ്ങൾ സമയം ദീർഘിക്കുക കാരണം കൊണ്ടാണ് ഇവിടെ എത്താൻ വൈകിയത്. പ്രധാനമായും നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ ഭരണച്ചുമതലയും ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണച്ചുമതല ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലാണ്. പഴയന്നൂർ ബ്ലോക്കിൻ്റെ ഭരണച്ചുമതല ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലാണ്. ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണച്ചുമതല ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലാണ്. നമുക്കറിയാം, വികസനങ്ങളുടെ പൂക്കാലം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷക്കാലവും. സ്ഥാനാർത്ഥികൾ സമ്മതിദായകരുമായി കൂടിക്കാഴ്ച നടത്തി വോട്ട് അഭ്യർത്ഥിക്കുകയും കഴിഞ്ഞകാല LDF ഭരണസമിതിയുടെ വികസന നേട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ചേലക്കര ഡിവിഷനിലെ മത്സരാർത്ഥിയുമായ മായ ടീച്ചർ, ചേലക്കര ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന OS അജി, 3-ാം വാർഡിലെ സിറ്റിംഗ് മെമ്പറും സ്ഥാനാർത്ഥിയുമായ എല്ലിശ്ശേരി വിശ്വനാഥൻ എന്നിവർ ചേർന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തു. തീരുമാനമെടുത്തുകൊണ്ട് അതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കുന്നതിനുള്ള നല്ല ഒരു ഫണ്ട് അവിടെ അനുവദിക്കുകയും അതിൻ്റെ പ്രവർത്തനം തുടങ്ങി വയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടും മഴയും ഒക്കെ വന്നതിനാലാണ് ആ പ്രവർത്തനം അവിടെ ഇപ്പോൾ നടക്കാത്തത്. അത് ഉടനെ തന്നെ നടക്കുന്നതാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിൽ ഇനി യാതൊരു തടസ്സവും ഉണ്ടാവുന്നതല്ല. ആദ്യം 10 ലക്ഷം രൂപ മാത്രമാണ് ആ റോഡിന്റെ ടാറിങ്ങിന് വേണ്ടിയിട്ട് അനുവദിച്ചത്. അതിനുശേഷമാണ് പ്രചരണ പരിപാടികൾക്ക് LDF നേതാക്കളായ മൊയ്തീൻ ഹാജി, പ്രവീൺ, മോഹനൻ പടിയത്ത്, AG രാജൻ, സുജിത സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ വാർഡിലെ കൂടുതൽ പ്രദേശങ്ങളിൽ പ്രചരണം ശക്തമാക്കാനാണ് LDFന്റെ തീരുമാനം. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും എനിക്ക് മുൻപ് സംസാരിച്ചവർ സൂചിപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എനിക്കറിയാവുന്ന എൻ്റെ വാർഡിലെ ജനങ്ങളോട് മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നതിനൊന്നും ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തയ്യാറല്ല. എന്നാൽ ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വാർഡിന്റെ വികസനത്തിനും വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മറ്റു വാർഡുകളെ അപേക്ഷിച്ച് ഏറ്റവും മുൻപന്തിയിലുള്ള വാർഡ് എന്ന നിലയ്ക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ. CCV ന്യൂസ്, ചേലക്കര.